ഒരു ബിസിനസ് പൊട്ടി എന്ന് പറയുന്നത് നമ്മൾ അവനെ കാണുന്നത് ഫെയിൽഡ് ബിസിനസ്സുകാരനുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു ഇൻവെസ്റ്ററും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമ്മൾ കാണുന്നത് ഇയാൾ ബിസിനസ് നടത്തിയിട്ട് പൊളിഞ്ഞ ആളാണ്. അപ്പോൾ ആ പൊളിഞ്ഞതിനെ പറ്റി നമ്മളൊന്ന് സ്റ്റഡി നടത്തണമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പൊളിഞ്ഞു, ആ പൊളിഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ മിസ്മാനേജ്മെൻറ്റിൽ പൈസ ഹാൻഡിൽ ചെയ്യണം മോശമാണോ, പക്ഷേ അദ്ദേഹത്തിന് ബിസിനസ് എല്ലാം നല്ലത്, പക്ഷേ വേറെ എന്തെങ്കിലും കാരണങ്ങളാണ് പൊളിഞ്ഞു പോയത്. അങ്ങനെ ദാറ്റ് മീൻസ് ഹി നോ ഹൗ ടു റൺ ദ ബിസിനസ്. അപ്പോൾ നമുക്ക് അവനെ കുറച്ചുകൂടി വിശ്വസിക്കാം. നമ്മൾ ശരിക്കും ഒരുത്തും പൊളിഞ്ഞു തുടങ്ങിയ അറ്റ്ലീസ്റ്റ് ആ പൊളിഞ്ഞ മെത്തേഡെങ്കിലും അദ്ദേഹത്തിന് പിടിയിട്ടില്ലേ. അപ്പോൾ ആ മിസ്റ്റേക്ക് പുള്ളി ചെയ്യില്ല. അപ്പോൾ ആളെ കൂട്ടിയിട്ട് വേറൊരു ബിസിനസ് പ്ലാൻ ചെയ്യാം വളരെ നല്ലതാണ്. കാരണം അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ മിസ്റ്റേക്ക് ഹി വോണ്ട് ടേക്ക് ഇറ്റ്. ഈ പറഞ്ഞ നമ്മൾ മറ്റേ കഥ കേട്ടിട്ടില്ലേ, എൻസിൻ്റെ കഥ, ബൾബ് പിടിക്കാനായിട്ട് 10,000 മിസ്റ്റേക്ക് കണ്ടുപിടിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞ് 10,000 വഴിയിൽ ബൾബ് ഉണ്ടാവില്ല എനിക്ക് മനസ്സിലായി. അപ്പോൾ അതേമാതിരി ഈ വഴി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് പൊട്ടുന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോൾ പലപ്പോഴും എനിക്കിവിടെ ചില ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ക്രിപ്റ്റോയിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ മൊത്തം പോയി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് ഇപ്പോൾ 12 ലക്ഷം 20 ലക്ഷം നഷ്ടമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നാം. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ആ 20 ലക്ഷം രൂപ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ലെസൺ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അവർ പക്ഷെ മാനസികമായി തകരാനുള്ള ഒരു സാധ്യതയില്ല 20 ലക്ഷം. ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ ഒരു ട്യൂഷന് പോയി എന്ന് വിചാരിച്ചാൽ മതി, ഒരു ട്യൂഷൻ ഫീസായിട്ട്. കാരണം ഈ പറഞ്ഞ പണി പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റിയ